ായിട്ടും മനുഷ്യന് ഒരു ഭീതി എന്ന അനുഭവം ഉണ്ടാവാം, സംഘർഷങ്ങളുണ്ടാവാം, അസൂയ ഉണ്ടാവാം, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാവാം. ഇങ്ങനെയുള്ള പലതരം അനുഭവങ്ങളുടെ വിചിത്രമായിട്ടുള്ള ചില മേഖലകളിലൂടെ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അക്ഷരമാല പോലെയോ അതുപോലെ വാക്കുകളായിട്ട് കിടക്കുന്നത്. നമ്മളൊരു കഥാപാത്രത്തെ ചിത്രീകരിക്കുമ്പോൾ, ഒരു സന്ദർഭത്തെ ചിത്രീകരിക്കുമ്പോൾ ഈ നിധിപ്പുര പോലെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ അനുഭവങ്ങളുടെ ഈ വാക്കുകളും കാര്യങ്ങളും അതിലേക്ക് രൂപീകരിക്കുകയാണ് ചെയ്തത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്കൊരു ഒരു വലിയ കുറ്റബോധമുള്ളൊരു കഥാപാത്രത്തെ ചിത്രീകരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കടന്നുപോയ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം നമ്മൾ അവിടെ നിന്ന് കിട്ടുകയും അതിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വേറെയെങ്കിലും ചെറിയ എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റും. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദിമൂലം എന്ന് പറയുന്ന ഒരു കഥയാണ്. കുറച്ച് പൊതുവെ ദീർഘമായ കഥകളാണ് ഞാൻ എഴുതുന്നത്. ഈ ആദിമൂലം എന്നുള്ള കഥയിൽ ഒരു സ്വന്തം അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഊമയായിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കഥയാണ് അതിൽ. അപ്പോൾ അതിലിങ്ങനെ കഥ പറയുമ്പോൾ പഴയ കാലം ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട് തൃശ്ശൂർ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ്, പട്ടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമമാണ്. TD കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് അന്ന് ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്ന സ്ഥലം മാറിയിട്ട് അതിന് സമാന്തരമായിട്ട് നാഷണൽ ഹൈവേ വന്നു. ഇത് റോഡ് സാധാരണ പഴയ റോഡായി മാറി. അപ്പോൾ ഈ റോഡിലൂടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സകല തരത്തിലുള്ള കച്ചവടക്കാരും അതുപോലെ തന്നെ പ്രവാചകന്മാർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ജ്യോതിഷം പറയുന്നവർ, മൺകല ഏറ്റിപ്പോകുന്നവർ ഇങ്ങനെ പോകും. ഒരു നടന്നൊക്കെ പോകും. പണ്ട് കാലത്ത് ഇതേപോലെ ഇത്രയും സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല എന്നുള്ളതല്ല. അപ്പോൾ ഈ സമാന്തരമായിട്ട് റോഡ് കൂടിയാണ് പോവുക. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് എൻ്റെ അമ്മ ഇവരൊക്കെ ആയിട്ടൊരു ബന്ധം രൂപീകരിച്ചിട്ടുണ്ട്. എത്ര അകലെയുള്ള കച്ചവടക്കാരെ വരുമ്പോൾ ഇവരെ പരിചയപ്പെടും. അപ്പോൾ അമ്മയെ കാണുമ്പോഴേക്കും ഇവർ കച്ചവടത്തിൻ്റെ നിലവാരം മാറ്റും. കാരണം അമ്മ 10 രൂപയുടെ സാധനം 1 രൂപയ്ക്ക് ചോദിക്കും. അപ്പോൾ അവർ 1 രൂപയുടെ സാധനം 9 രൂപ പറയും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ ഒരു 4 മണി നേരമായിട്ടുണ്ടാവും. 4 മണി എൻ്റെ ചെറുപ്പത്തിലാണ് കേട്ടോ, ഞാൻ 5, 6 പഠിക്കുന്ന കാലത്ത്. 4 മണി നേരത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. തൃശ്ശൂരിന് എതിരെയുള്ള ഭാഗത്തോട് വന്നിട്ട് അയാളുടെ കയ്യിലൊരു നല്ല തുകൽ ബാഗുണ്ട്, പുതിയ ബാഗ്. എന്നിട്ട് അമ്മോട് ചോദിക്കും, ഈ ബാഗ് വേണോ? ഞാൻ 20 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ്. 20 രൂപ വെച്ചാൽ അന്ന് വലിയ എമൗണ്ടാണ്. 20 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ്, പകുതി വിലയ്ക്ക് തരുന്നതായിരിക്കും, ഇപ്പോൾ തരാം എന്ന് പറഞ്ഞു. എനിക്കത് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കാലത്ത് ഇതൊന്നും അങ്ങനെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, അതായത് ഇത്രയും പൈസ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്, കുറച്ച് ഭക്ഷണം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ചെറുപ്പത്തിൽ ഇന്നത്തെ പോലെ നമ്മുടെ പോലെ റെഫ്രിജറേറ്ററും കാര്യങ്ങളൊന്നും ഇല്ല സമയം. അപ്പോൾ അമ്മ പറഞ്ഞു, ചോറുണ്ട്, പക്ഷേ ഉച്ചത്തെ ചോറ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചൊക്കെയാണ്, അത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഞങ്ങളുടെ ഉമ്മറത്ത് കയറുകയും അവിടെ ഇരുന്നു കൊണ്ട് ഇത്തിരി ഒരു വലിപ്പമുള്ള ഒരു കലത്തിൽ ചോറ് കൊണ്ടുവരും. ഇത് പാത്രത്തിലൊന്നും ആക്കാൻ നേരെ ഇയാൾ ഈ വെള്ളം എടുത്തൊരു ഒറ്റ കുടി പിടിച്ചു. വിശപ്പിൻ്റെ ഒരു വലിയ ഒരു ദൈന്യത നമ്മൾ അവിടെ നിന്ന് മനുഷ്യനെ എങ്ങനെ വിശക്കുന്നു എന്നുള്ള അത് അവിടെ നമ്മളെല്ലാവരും അങ്ങനെ കണ്ണിറഞ്ഞു പോകുന്ന ഒരു സന്ദർഭമാണ്. ഇത് പിൽക്കാലത്ത് ഈ ആദിമൂലം എന്നുള്ള കഥയിൽ ഒരു കുറവനും തത്തയും കൂടിയിട്ട് വരുന്നതായിട്ടുള്ളൊരു ചിത്രീകരണമുണ്ട്. അപ്പോൾ കുറവൻ പറഞ്ഞിട്ട് ഇരക്കാണ്, എനിക്ക് അല്പം ഭക്ഷണം തരണമെന്ന് പറയുമ്പോൾ തത്ത പ്രവാചകനാണ്. ഈ തത്ത ചീട്ടിട്ടിട്ട് പ്രവചനം. അപ്പോൾ ഈ മനുഷ്യൻ ഈ തത്ത പ്രവചിക്കുന്ന, അപ്പോൾ ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, ഒരുപാട് ആഹാര സാധനങ്ങൾ കൊടുത്ത്. ജീവിതത്തിൽ ഇത്രയേറെ ഭക്ഷണം കിട്ടി സംതൃപ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ കുറവൻ എന്നാണ്. അപ്പോൾ കുറവൻ എഴുന്നിട്ട് ഇനി ജീവിതത്തിൽ ഇനി ഒന്നും ചിന്തിക്കാനില്ല എന്നുള്ള രീതിയിൽ അയാൾ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് പറയും, നിങ്ങൾ നാളെ വരാൻ. അങ്ങനെ പറയും, ഇല്ല, ഈ കുടുംബം, ഈ മുറ്റമാണ് എൻ്റെ ഭാവി, ഈ വേറെ ഭാവിയില്ലെന്ന് ഇയാൾ വളരെ സംതൃപ്തിയോടെ അവിടെ തന്നെ വീണ് മരിക്കുന്നതായിട്ടൊരു ചിത്രീകരണമുണ്ട്. ഈ ചിത്രീകരണം സത്യത്തിൽ ഈ കഥ എന്ന് പറയുന്നത് കുറച്ചൊരു അത്ര റിയലിസ്റ്റിക് ആയിട്ടില്ലാത്തൊരു കഥയാണ് ആദിമൂലം എഴുതുന്നത്. പക്ഷെ ഇതിൻ്റെ അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞൊരു ചെറുപ്പക്കാരനിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും വേണമെങ്കിൽ. പക്ഷേ അതിൽ പല പല കാര്യങ്ങൾ ചേർന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഭവം എന്നുള്ളത് വേറൊരു തരത്തിൽ നമ്മളത് എടുക്കുകയും അതിനെ പലതരത്തിൽ രൂപീകരിക്കുകയും ചെയ്യണം. ഒരു കഥാപാത്രം ഒറ്റ കഥാപാത്രം അല്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കഥാപാത്രം നിരവധി മണ്ണിൽ നിന്നും കുഴച്ചെടുക്കുന്ന ഒരു ശില്പമാണ്.
നിരവധി സന്ദർഭങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ഒരു നമ്മുടെ കഥയിലെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഒറ്റ സന്ദർഭമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തു പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഈ അനുഭവം എന്ന് നമ്മൾ പറയുന്നത് കുറച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. നേരിട്ടുള്ള എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവുന്നു, അങ്ങനെ തോന്നുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അന്ധകാരഴി പോലത്തെ ഒരു രചന എഴുതാൻ പറ്റില്ല. എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നക്സൽ മൂവ്മെൻറ്റ് ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് കേരളത്തിൽ തലവെട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് വേറൊരു രീതിയാണ്. അതിൻ്റെ അർത്ഥം നമുക്കതിനെപ്പറ്റി അനുഭവമില്ല എന്നുള്ളതല്ല. എഴുത്തുകാർ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇത് അവർ കണ്ട കാര്യങ്ങളല്ല, പക്ഷെ മനുഷ്യരുടെ കാര്യങ്ങൾ, ജീവിതത്തിന് എത്ര നൂറ്റാണ്ടുകളായാലും ജീവിതം, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ ചില സമാനതകളുണ്ട് എന്നുള്ളതാണ് എഴുത്തുകാരുടെ ഒരു ഭാഗ്യം. കാരണം ചിത്രീകരണം വരുമ്പോൾ എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലത്തും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ചില അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സമാനതകൾ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ പോകുന്നത്. ഇനി സമയം കിട്ടി. അനുഭവങ്ങളുടെ ഒരു സെഷനിൽ ഒരു കഥയുടെ അനുഭവത്തെ തന്നെ മുൻനിർത്തിയാണ് സന്തോഷ് കുമാർ അതെങ്ങനെയാണ് അനുഭവത്തെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നോക്കുമ്പം ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ടുള്ളൊരു ലോകത്ത് നിൽക്കുമ്പം ബാഹുബലി 2ാം പാർട്ട് വരുന്നു, നീലിയുടെ 2ാം പാർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ വായനക്കാർ ഒരു നോവലിൻ്റെ 2ാം പാർട്ട് പ്രതീക്ഷിച്ചിരിക്കുകയും അത് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മലയാള നോവലിലെ മാറുന്ന എഴുത്തുകാരനാണ് ടി ഡി രാമകൃഷ്ണൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഈ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒക്കെയുള്ള തിരിഞ്ഞു നടത്തത്തിൽ അനുഭവത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അനുഭവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന ടി ഡിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. എഴുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായിട്ടൊരു പ്രക്രിയയാണ്. അതിൽ അനുഭവങ്ങളുണ്ട്, മറ്റ് പല തരത്തിലുള്ള കാര്യങ്ങളും ചേർന്നാണത് സംഭവിക്കുന്നത്. നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ ഒരനുഭവവും അതേപടി കഥയായിട്ടോ നോവലിൻ്റെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല. ഒരു കഥാപാത്രവും അതേ രൂപത്തിൽ തന്നെ കഥയിലോ നോവലിലോ ഒന്നും വരില്ല. പല വ്യക്തികളുടെ അല്ലെങ്കിൽ പല അനുഭവങ്ങൾ ചെറുതൊരു മിക്സായിട്ടാണ് വരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് അനുഭവം വളരെ കുറവാണ്, ഭാവനയിൽ നമ്മുടെ കളിവുകൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയിട്ടുള്ള നോവലുകളിൽ ഉള്ള ഒരു 90% കാര്യവും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ അനുഭവമാണോ എന്ന് ചോദിച്ചാൽ വലിയ വിഷമത്തിലായിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ അനുഭവമല്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ അവരോട് ചോദിച്ചും മനസ്സിലാക്കിയും അവരൊന്ന് ചോർത്തെടുത്തുമൊക്കെ സൃഷ്ടിക്കുന്ന പരിപാടികളാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാവുന്നത്, എൻ്റെ ഇപ്പോൾ ഒരു പച്ച മഞ്ഞ ചുവപ്പ് എന്നും പറഞ്ഞൊരു നോവലുണ്ട്. അത് റെയിൽവേ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മറ്റ് നോവലിലൊന്നും എൻ്റെ അനുഭവത്തിൻ്റെ അംശമില്ലാത്തതുകൊണ്ടാണ് ഈ നോവലിനെ പറ്റി പറയുന്നത്. അപ്പോൾ കോരപ്പാപ്പിലാണെങ്കിലോ ഇട്ടിക്കോരയിലൊന്നും ആണെങ്കിലോ അതിൽ എങ്ങനെ എന്നെ പരമാവധി മാറ്റി നിർത്തിയിട്ട് എഴുതാം എന്നതിൻ്റെ ശ്രമമാണ്. ഇതിലങ്ങനെയല്ല. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു രാമചന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ്. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടില്ല റെയിൽവേയിൽ. ഞാൻ മറ്റു പല ജോലികളുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രാമചന്ദ്രൻ മാസ്റ്റർ എന്നുള്ള കഥാപാത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒക്കെ എൻ്റെ പല അനുഭവങ്ങളും അല്പാൽപമായിട്ട് ചേരുന്നുണ്ട്, എൻ്റേതല്ലാത്ത അനുഭവങ്ങളും. ഇപ്പം നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ എനിക്ക് പരിചയമുള്ള ഒരു 4-5 പേര് ഞാനും ചേർന്നതാണ് രാമചന്ദ്രൻ മാസ്റ്റർ എന്ന്. അപ്പം അതിൽ നമ്മുടെ അംശം കുറച്ചേ ഉള്ളൂ, മറ്റുള്ളവരുടെ അംശമായിരിക്കും കൂടുതൽ. നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലും അതിൽ വരുന്ന പോലെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ വലിയൊരു നോവലായതുകൊണ്ട് ഓരോന്നായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തീവണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന വലിയൊരു പ്രൊജക്റ്റ് ഈ രാമചന്ദ്രൻ മാസ്റ്റർ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടും അതിൻ്റെ റിപ്പോർട്ടുകൾ റെയിൽ ഭവനിൽ സമർപ്പിക്കുന്നതായും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ട് ഈ നോവൽ പറഞ്ഞിരിക്കുന്നതെല്ലാം
ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാനും രാമേന്ദ്രൻ മാസ്റ്ററും തമ്മിലുള്ള ഒരു ബന്ധം. എങ്ങനെ വണ്ടികളുടെ വേഗത കൂട്ടാം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിട്ടുള്ള, കുറേ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളൊക്കെ അതിൽ. പിന്നെ റെയിൽവേ ജീവിതത്തിൻ്റെ വലിയ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മറ്റു പല കഥാപാത്രങ്ങളിൽ വരുന്നതും അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമായിട്ടുള്ള കാര്യങ്ങളും. അപ്പം അങ്ങനെ കഥയിലാണെങ്കിൽ ഒരു കഥയിൽ അനുഭവം എന്നല്ല, നമ്മളിങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച നേരിട്ടുള്ള അനുഭവമല്ല. ഒരു രണ്ടാം നില ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് താഴെ നടക്കുന്ന സംഭവങ്ങൾ മാസങ്ങളോളം ഇരുന്ന് കണ്ടത് എൻ്റെ ഒരു കഥയിലുണ്ട്. ആ കഥയുടെ പേര് പലുകെ ബംഗാരം വായന എന്ന് പറഞ്ഞ കഥയാണ്. എന്നുവെച്ചാൽ കോവിഡ് കാലത്ത് പാലക്കാട് സുൽത്താൻപേട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാലക്കാടിൽ ഇപ്പോൾ സുൽത്താൻപേട്ടിൽ വടക്ക് ഈ കോയമ്പത്തൂർ റോഡിൽ പോയാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെരുവുണ്ട്. അതിന് ചെട്ടിത്തെരുവ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ആ തെരുവിൻ്റെ അറ്റത്തായിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ഞാൻ അവിടെ ചെന്ന് ഒരു 2-3 മാസം താമസിക്കാനിടയായി. ഒരു ഫ്ലാറ്റിൽ ചെന്ന് കുടുങ്ങി പോയതാണ്. എന്താണെന്ന് വെച്ചാൽ കോവിഡ് മാറി എന്നൊക്കെയുള്ള ധാരണയിൽ ഒരാവശ്യത്തിന് വേണ്ടി അവിടെ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസത്തേക്ക് പോയി താമസിച്ച്, പക്ഷേ കോവിഡിൻ്റെ 2ാം വരവ് അതിഭീകരമായിട്ട് വരികയും അവിടുന്ന് പുറത്തു പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാനും എൻ്റെ ഭാര്യ അവിടെ താമസിക്കുന്നു. അപ്പോൾ ഈ തെരുവിൻ്റെ അറ്റത്തുള്ള അമ്പലം സംഗീത വിനായകർ കോവിൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഗീത വിനായകർ കോവിലിനെ പറ്റിയിട്ട് ഒരു കേൾക്കുന്ന. പലതരത്തിലുള്ള വിനായകന്മാരും കേട്ടിട്ടുണ്ടെങ്കിലും ഇതെനിക്കിത്തിരി പുതുമയാണ്. അപ്പോൾ എൻ്റെ മുറിയിലിരുന്ന് താഴേക്ക് നോക്കിയാൽ ആ സംഗീത വിനായകർ കോവിലിൻ്റെ ശ്രീകോവിലും അതിനകത്തുള്ള വിളക്ക് കത്തുന്നതും ഒക്കെ കാണാവുന്ന അങ്ങനെ ഒരു പൊസിഷനിലാണ്. ആ തെരുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. എല്ലാവരും നാദസ്വരം വായിക്കുന്ന ആളുകളാണ്. തകില്, നാദസ്വരം ഇതിൻ്റെ ആളുകളാണ് 2 സൈഡിൽ നിന്ന്. അപ്പം ഞങ്ങൾ താമസിച്ചു തുടങ്ങി ആദ്യകാലത്തൊക്കെ ഇവിടെ ഈ അമ്പലം തുറക്കുന്നുണ്ട്, കാലത്തും വൈകുന്നേരമൊക്കെ ഗംഭീരമായ നാദസ്വര വായനയും ഒക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തെരുവിലെ തന്നെ കുറച്ച് ആളുകളൊക്കെ മരിച്ചു. ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഓർഡേഴ്സ് കൊണ്ടുവന്നപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. അത് ഈ തെരുവിനെ വല്ലാതെ അങ്ങ് മാറ്റിക്കളും. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഈ തെരുവിൽ ആരോടും സംസാരിക്കുന്നില്ല. പോയിന്റിലിരുന്ന് ഇങ്ങനെ ഒരു ചെറിയ ജനൽ തുറന്നാൽ നമുക്ക് ഈ തെരുവ് കാണാം. ഒരു ദിവസം നട്ടുച്ചയ്ക്ക് ഒരു 12:30 മണിക്ക് നാദസ്വരം വായിക്കുന്ന ഇത് കേട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു 10-70 വയസ്സോളം പ്രായമുള്ള ഒരാൾ, ആരും കേൾക്കുന്നില്ല, അയാളുടെ വീടിൻ്റെ ഉമ്മറത്തായിട്ട് ഇരുന്ന് നാദസ്വരം വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരുപാട് സമയം. അപ്പോൾ ഞങ്ങൾക്ക് ആഹാരമൊക്കെ കൊണ്ടുതരുന്നൊരു പയ്യനുണ്ട്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഇതെന്ത് ഈ നട്ടുച്ചയ്ക്ക് അമ്പലത്തിലൊന്നും ഇല്ലാതെ എന്താ? അപ്പോൾ അദ്ദേഹത്തിന് നാദസ്വരം വായിക്കാതെ ജീവിക്കാൻ വയ്യ. ഇതെവിടെയും വായിക്കാനുള്ള അവസരമില്ല, കല്യാണങ്ങളില്ല, അമ്പലമില്ല, ഒന്നുമില്ല. വലിയ പ്രതിസന്ധിയിലായിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്വാമിനാഥൻ. അപ്പോൾ നമ്മൾ ആ കഥയിൽ ചാമിയേട്ടൻ. അപ്പോൾ ചാമിയേട്ടൻ ഇത് വായിക്കാതിരിക്കാൻ, ഇത് എന്നെ വല്ലാതെ ഒരു ബാധിച്ചു. എന്നുവെച്ചാൽ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം മരിച്ചതാണ് നമ്മൾ കാണുന്നത്. എപ്പോഴാണ് മരിച്ചതെന്നറിയില്ല. ശരിക്കും നമ്മൾ കഥയിൽ പറയണ പോലെയല്ല. ഇയാൾ മരിച്ചു കിടക്കുന്നു അകത്ത്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ വേറെ ആരുമില്ല. എന്നിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്, അതും ഈ കോവിഡ് കാലമായതുകൊണ്ട് അതിൻ്റെ വേഷം ഒക്കെ ധരിച്ചിട്ടുള്ള ആളുകൾ വന്ന് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക്. ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ വളരെ അപൂർവമായിട്ട് ചെറുകഥ എഴുതിയിട്ടുള്ള ആളാണ്. വളരെ കുറവ് ചെറുകഥയുള്ളൂ. അപ്പോൾ ഒരു ചെറുകഥ എഴുതേണ്ട ഒരു ചിന്ത വന്നപ്പോൾ ഈ കാര്യം എൻ്റെ അനുഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഞാൻ സാക്ഷിയായ അതിനെ പറ്റിയിട്ട് എഴുതി. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അന്ന് നാദസ്വരത്തിൽ വായിച്ചിരുന്ന കീർത്തനം പലുകെ ബംഗാരം വായന. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കീർത്തനമാണ്. അപ്പോൾ ഈ ഇതല്ലാത്ത സമയത്ത് പലുകെ ബംഗാരം വായന എന്നുള്ള കീർത്തനം വായിക്കുന്ന, നാദസ്വരത്തിൽ വായിക്കുന്ന കേട്ട ഇപ്പോഴും ഇപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് മുമ്പിൽ കാണാൻ ചാമേട്ടനിരുന്ന് വായിക്കുന്നു. അപ്പം അത് കഥയായിട്ട്, അപ്പം അങ്ങനെ അപൂർവമായിട്ട് ചില സമയത്ത് അതിൽ നേരിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള. അപ്പം അതിലേറ്റവും വലിയ സങ്കടമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഥ പ്രസിദ്ധീകരിച്ച്
കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞ സമയത്ത്, അപ്പോഴേക്കും ഞാൻ കഥ പ്രസിദ്ധീകരിക്കുന്ന പാലക്കാട് നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്ന് താമസമൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കഥ അച്ചടിച്ച് വരുന്നത്. അപ്പോൾ പാലക്കാടുള്ള എൻ്റെ 1-2 സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, കഥ വായിച്ചു, നന്നായി. ചിലർ അവർ ഇതിൽ പാട്ടുകാരത്തെരുവ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ചെട്ടിത്തെരുവ് എന്നല്ല. ഇപ്പോൾ പാട്ടുകാരത്തെരുവും ഈ സംഗീത വിനായകർ കോവിലൊക്കെ അവിടെ അടുത്തുണ്ടെങ്കിലും ഇവർ അത്ര ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല, ഇതൊക്കെ പോവുകയും കാണുകയൊക്കെ. അപ്പം അതിൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അന്ന് ആഹാരം കൊണ്ടു തന്നിരുന്ന ആ പയ്യൻ ശബരി, അവൻ കോവിഡ് വന്ന് മരിച്ചു. ഈ ശബരി എന്ന് പറഞ്ഞ പയ്യനാണ് ഈ ചാമിയേട്ടനെ കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ആ തെരുവിലുള്ള സകല കാര്യവും എനിക്ക് തന്നത്. എനിക്ക് വേറെ ആക്സസ് ഒന്നുമില്ല. പക്ഷേ ഒരു 30-35 വയസ്സുള്ള അവനും കോവിഡിൻ്റെ ആ മരിച്ച വിവരം കഥയിലില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു കഥ എഴുതുന്നത്, പിന്നീടാണ്. അപ്പം അങ്ങനെ ചില സമയത്ത് നമ്മളെ വല്ലാതെ ബാധിച്ച ചില വിഷയങ്ങൾ കഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നേരിട്ടുള്ള അനുഭവം ആവില്ല, മറ്റൊരാൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള അനുഭവമാവാം. ഇതിലിപ്പം ചില കഥാപാത്രങ്ങളിൽ നമ്മുടെ അംശം കുറച്ചൊക്കെ ഉണ്ടാവാം. പക്ഷേ എൻ്റെ എഴുത്തിൽ പൊതുവെ അനുഭവങ്ങളുടെ അംശം വളരെ വളരെ കുറവാണ്, അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അനുഭവങ്ങളുടെ അംശം കുറവാണെന്ന് പറയുമ്പോഴും വായനക്കാർക്ക് കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളുടെ ചൂട് ഏറ്റവും പകർന്നു നൽകുന്ന എഴുത്തുകാരൻ തന്നെയാണ് ടി.ഡി. രാമകൃഷ്ണൻ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എഴുത്തിൽ തൻ്റേതായിട്ടുള്ളൊരു വഴി ഉണ്ടാക്കുകയും വേറിട്ട് സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് മലയാള സാഹിത്യത്തിൽ വ്യത്യസ്ത സ്വരം കേൾപ്പിക്കുന്ന എഴുത്തുകാരനാണ് ഇ.പി. ശ്രീകുമാർ. എന്താണ് സാറിനെ സംബന്ധിച്ചിടത്തോളം അനുഭവം എന്ന വാക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആശയങ്ങൾ? ഈ അനുഭവങ്ങൾ എഴുത്തുകാരന് നേരിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല. അനുഭവങ്ങൾ പല വഴികളിൽ കൂടെ വരാം. എഴുത്തുകാരൻ്റെ പരിസരത്തുള്ള മനുഷ്യരുടെ അനുഭവങ്ങളാകാം, പറഞ്ഞ് കേട്ട അനുഭവങ്ങളാകാം, നേരിട്ട് കണ്ട അനുഭവങ്ങളാകാം. അല്ലാതെയും വായനയിലൂടെ തൻ്റെ തൊഴിൽ മേഖലയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, അത്തരത്തിൽ വായനയിൽ നിന്നും മറ്റ് യാത്രയിൽ നിന്നും ഒരു പത്ര റിപ്പോർട്ടിൽ നിന്ന് പോലും കിട്ടുന്ന അനുഭവങ്ങൾ ഒരു എഴുത്തുകാരന് ഒരു പക്ഷേ എഴുതാനുള്ള ഒരു കരുവായി മാറിയേക്കാം. എന്നാൽ അത്തരം എല്ലാ അനുഭവങ്ങളും കഥകളാകുന്നില്ല. കാരണം ഒരു സവിശേഷമായ അനുഭവം എഴുത്തുകാരൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു പ്രക്രിയ ഉണ്ടാവുകയും അത് അയാളെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ആ കഥ, ആ അനുഭവം ആരുടേതും ആവട്ടെ, ആ അനുഭവം അയാളുടെ ഉള്ളിൽ നീറിപ്പടരാൻ തുടങ്ങും. അതയാളെ ആഴത്തിൽ നോവിച്ചേക്കും. അത്തരമൊരു സന്ദർഭത്തിൽ അയാൾ അസ്വസ്ഥനാകാൻ തുടങ്ങും. അപ്പോൾ വിചാരിക്കാം അയാൾക്ക് ആ കഥ എഴുതാനുള്ള ഒരു കരുവാണെന്നും അതിനുള്ള സമയമായി എന്നും. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വായനയിൽ നിന്നും എനിക്കുണ്ടായൊരു അനുഭവം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പടർന്നു. അത് ഒരു പുസ്തകം വായനയിൽ നിന്ന് കിട്ടിയതാണ്. കേവലമായ ഒരു പുസ്തകത്തിലെ അനുഭവങ്ങളുടെ വായന. നോ ഫ്രണ്ട്സ് ബട്ട് മൗണ്ടൻസ്, റൈറ്റിംഗ് ഫ്രം മാനസ് പ്രിസൺ എന്ന് ബഹ്റൂസ് ബുജാനി എന്ന ഇറാനിയൻ കവി എഴുതിയ ഒരു പുസ്തകമുണ്ട്. അയാളുടെ അനുഭവങ്ങളുടെ പുസ്തകം. ബുജാനി ഇറാനിലെ ഒരു കുർദായിരുന്നു. അയാൾ അവിടുത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായ സമരത്തിൻ്റെ നെടുനായകത്വം വഹിച്ചൊരു മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാരൻ ഒരുപാട് സമരങ്ങളിൽ നായകനായി, ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായി അയാൾ വേട്ടയാടപ്പെടുമ്പോൾ നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഓസ്ട്രേലിയയിൽ ഒരു രാഷ്ട്രീയ അഭയത്തിന് വേണ്ടി ചാടിപ്പോവുകയാണ്. പക്ഷേ അയാൾ ചതിക്കപ്പെടുകയും പാപ്പുവ ന്യൂ ഗിനിയ ദ്വീപ സമൂഹങ്ങൾക്ക് അടുത്ത് വച്ചിട്ട് അയാളുടെ ബോട്ട് തകർന്നു പോവുകയും ഓസ്ട്രേലിയൻ നേവൽ ഫോഴ്സ് അയാളെ പിടിച്ച് ജയിലിലടയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ ജയിലിൽ അയാൾക്കുണ്ടായ അനുഭവങ്ങൾ,
അതിഭീകരമായിട്ടുള്ള ഭരണകൂട വേട്ടയുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ അയാൾ തുലനം ചെയ്യുന്നത് ഇറാനിൽ തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുമായിട്ടാണ്. ഇറാനിൽ ഇതുപോലെ തന്നെ അയാൾ വേട്ടയാടപ്പെട്ടു. അവിടെയും നടന്നത് ഭരണകൂട ഭീകരത തന്നെ. ഇവ രണ്ട് രാജ്യങ്ങളിലെയും ഭരണകൂട ഭീകരതകളുടെ ഒരു താരതമ്യം അയാൾ നടത്തുകയാണ്. അപ്പോൾ ഈ പീഡനത്തിൻ്റെ കഥ വായിച്ചപ്പോൾ, അത് കഥയല്ല, അനുഭവക്കുറിപ്പാണ്. ആ പുസ്തകം ഇതിന് പിന്നീട് വിക്ടോറിയൻ അവാർഡൊക്കെ കിട്ടുകയുണ്ടായി. ആ പുസ്തകം വായിച്ചപ്പോൾ അനേക ദിവസങ്ങൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത്രമാത്രം മനസ്സിനെ മഥിച്ച ഒരനുഭവങ്ങളുടെ ഒരു സംഗ്രഹമായിരുന്നു അത്. ആ കഥ വായിച്ചപ്പോൾ എഴുതാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ ഡൗട്ട്ഫുൾ സിറ്റിസൺ എന്നർത്ഥം വരുന്ന സന്ദേഹ പൗരൻ എന്ന കഥ എഴുതുന്നത്. ഞാൻ 1-2 ചെറിയ ഉദാഹരണങ്ങൾ കൂടി പറയാം. ഏതാണ്ട് ഒരു 20, 22, 23 വർഷം മുമ്പ് ഹിന്ദു ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു, ഒരു ചിത്രത്തോടു കൂടി ഒരു വാർത്ത. ആ വാർത്തയിൽ പറയുന്നത് ഇതായിരുന്നു: കാലിഫോർണിയയിലെ 17-18 വയസ്സുള്ളൊരു പെൺകുട്ടി പഠിക്കാൻ പണമില്ലാതെ വന്നപ്പോൾ തൻ്റെ നെറ്റിത്തടം ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് പരസ്യം പതിക്കാനായി വിറ്റു എന്നായിരുന്നു. അങ്ങനെ പരസ്യം പതിച്ച ആ കുട്ടിയുടെ നെറ്റിത്തടം കൊണ്ട് കാണിക്കുന്ന ഒരു ചിത്രത്തോടു കൂടിയായിരുന്നു ആ പത്ര റിപ്പോർട്ട് വന്നത്. ആ പത്ര റിപ്പോർട്ട് ഒരു വലിയ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്നാണ് പരസ്യശീലം എന്ന കഥ ഞാൻ എഴുതുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. മകൻ ദന്തൽ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഈ ദന്തൽ വിഭാഗങ്ങൾ 7 തരമുണ്ട്. 7 തരം ദന്തരോഗങ്ങളുണ്ട് മനുഷ്യൻ, 7 ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അവിടെ അത്തരത്തിൽ 7 തരം രോഗങ്ങളുമുള്ള പേഷ്യൻസിനെ, രോഗികളെയും കൊണ്ടേ സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലേക്ക് ചെല്ലാൻ പാടുള്ളൂ. പരീക്ഷയ്ക്കും ഈ രോഗികൾ കൂടെ വേണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഈ രോഗികൾ, ഈ ദന്തരോഗങ്ങളുള്ള രോഗികൾ ഈ ക്യാമ്പസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവരെല്ലാവരും അവരുടെ വായിൽ രോഗത്തെ വളർത്തുന്നവരാണ്. രോഗം കുറയാൻ അവർ മരുന്ന് കൊടുത്താൽ അവർ തട്ടിത്തെറിപ്പിക്കും. അവർക്ക് രോഗം വളരണം, അത് അവരുടെ ഉപജീവനമായിരുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീ രോഗിണിയുടെ കഥയാണ് ദന്തക്ഷയം എന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പോയിൻ്റ് മനസ്സിലായല്ലോ. ഇനി ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി പറയാം. അത് ഈ അനുഭവങ്ങൾ നമുക്ക് എല്ലാ കാലത്തും ഒരേപോലെ ആവണമെന്നില്ല, ഒരേപോലെ ആവില്ല. പല കാലഘട്ടങ്ങളിൽ പലതരത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പിൽ. അത് നമ്മുടെ പഴയ അനുഭവങ്ങൾ വച്ചിട്ട് ഇപ്പോൾ എഴുതാൻ പോയാൽ അത് വായനക്കാരന് രുചിക്കില്ല. പഴയ പ്രേമവും പഴയ മറ്റേ പട്ടിണിയുടെയും വിശപ്പിൻ്റെയും കഥകളൊന്നും അല്ല ഇപ്പോൾ താല്പര്യം. ആസ്വാദന തലങ്ങൾ മാറിയിരിക്കുകയാണ്. പുതിയ ജനറേഷൻ്റെ വിനോദ താല്പര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ അനുഭവങ്ങൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരുപാട് ഉദാഹരണങ്ങളാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദുരന്തങ്ങളെയും അത്യാഹിതങ്ങളെയും ഈ ദാരുണ അവസ്ഥകളെയുമൊക്കെ ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിൽ തന്നെ വളർന്നു വരികയാണ്. ആ അനുഭവങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതാണ് നമുക്കിപ്പോൾ ഒരു പുതിയ തരം ടൂറിസം വളർന്നു വരികയാണ്, ഡിസാസ്റ്റർ ടൂറിസം. അതെല്ലാം വഴിവെക്കുന്നത് പുതിയ ആസ്വാദന തലങ്ങളെക്കുറിച്ചാണ്, പുതിയ മനുഷ്യൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്, മാറിയ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഞാനൊരു ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് ഇന്ന് ഇമേജിന് പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. ഇമേജ് എന്ന് ഞാൻ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഇന്ന് രാഷ്ട്രീയക്കാരനായാലും സിനിമാക്കാരനായാലും എഴുത്തുകാരനായാലും ഒക്കെ ഇമേജ് മതി. എല്ലാവർക്കും ഒറിജിനൽ വേണ്ട, ഇമേജ് മതി എന്നായിരിക്കുന്നു. ഇമേജിന് പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, അവൻ മിമിക്രിക്കാരനാണ്, മിമിക്രി പഠിക്കുന്നൊരു പയ്യനാണ്.
അയാൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം മിമിക്രിയോടാണ്. ഞാൻ ചോദിച്ചു, ഈ മിമിക്രിയിൽ ആരെയാണ് കൂടുതൽ അനുകരിക്കുന്നത്, ആരെയാണ് ഇഷ്ടം? എനിക്ക് ജയനെയാണ് ഇഷ്ടം. അപ്പോൾ ഇയാൾ ജയനെ കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ജയൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ ജയനെ അറിയുന്നത്? അത് മിമിക്രിക്കാർ പഠിപ്പിച്ചതെന്നാണ്. അപ്പോൾ ഒറിജിനൽ ആർക്കും വേണ്ട, നിഴലുകൾ മതി എന്ന ആയിരിക്കുന്നു. അപ്പം നിഴലിനാണ്, പ്രതിച്ഛായയ്ക്കാണ് പ്രാധാന്യം. പ്രതിച്ഛായ വളർത്തുവാനുള്ള ഒരു സാഹസങ്ങളാണ് നമുക്ക് ചുറ്റും വരുന്ന നമ്മുടെ അനുഭവങ്ങൾ. ഞാൻ സുഡാനിലെ പെൺകുട്ടിയെക്കുറിച്ചുള്ള ആ ചിത്രത്തെക്കുറിച്ച് മാത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഈ സുഡാനിലെ പെൺകുട്ടി എന്നൊരു ചിത്രം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുപക്ഷെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അത് ഈ സുഡാൻ എന്ന രാജ്യം നമുക്കറിയാം, ലോകത്തിലെ പട്ടിണി ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് സുഡാൻ. അവിടെ മനുഷ്യൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ UN-ൻ്റെ ഭക്ഷ്യവണ്ടി വരും. അത് വരുന്നത് കാത്തിരുന്ന് അതിൻ്റെ പിറകെ ഓടി ക്യൂവിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ പരമാവധി കൈവശമാക്കുക എന്നത്. അങ്ങനെ പോകുന്ന പോക്കിൽ ഒരു കുടുംബം, ഒരു കൂട്ടായ്മയുടെ കൂട്ടത്തിൽ നിന്നും ഒരു കുഞ്ഞ് താഴെ വീണുപോയി. പൊടിക്കുഞ്ഞ് പെൺകുട്ടി വസ്ത്രരഹിതയായിട്ട് ഒരു കത്തുന്ന വെയിലിൽ പൊരിമണലിൽ വീഴുകയാണ്. അതവിടെ നിന്ന് അതിൻ്റെ തുള്ളി വെള്ളം കിട്ടാനില്ല. ആ അവസ്ഥയിൽ അത് ഇഴഞ്ഞ് നീങ്ങുകയാണ്, ആ കുട്ടി ഇഴഞ്ഞ് നീങ്ങുകയാണ്. ആ ചിത്രം, അതിൻ്റെ തൊട്ട് പിറകിൽ ഭീമാകാരനായ ഒരു കഴുകനിരിപ്പുണ്ട്. അതിൻ്റെ രൂക്ഷമായ കണ്ണുകൾ തേടുന്നത് ഈ കുഞ്ഞിൻ്റെ അവസാനത്തെ ശ്വാസോച്ഛ്വാസം വരുന്നത് നോക്കിയാണ്. ശ്വാസോച്ഛ്വാസം എപ്പോഴാണ് നിലയ്ക്കുന്നത് നോക്കിയിരിക്കുന്ന കഴുകൻ. ഈ രണ്ട് കൂട്ടരും കൂടെ ചേരുന്ന ഒരു ചിത്രമാണ് ഈ സുഡാനിലെ പെൺകുട്ടിയുടെ ചിത്രമെന്നത്. അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ കവർ ചിത്രമായിട്ട് വന്നതാണ്. കെവിൻ കാർട്ടർ എന്നായിരുന്നു ആ ഫോട്ടോഗ്രാഫറുടെ പേര്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ചിത്രം വലിയ അവാർഡൊക്കെ കിട്ടി, ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടി. അപ്പോൾ ഒരു വലിയ വിമർശനം വന്നു ഈ കെവിൻ കാർട്ടർക്ക് നേരെ. ഇയാൾ ഈ ചിത്രം എടുത്ത സമയത്ത് ഒരു തുള്ളി വെള്ളം കൊടുത്ത ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ, അയാളുടെ കയ്യിൽ വെള്ളമുണ്ട്, അയാൾ കിറ്റൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്, ഒരു തുള്ളി വെള്ളം കൊടുത്ത ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലല്ലോ എന്ന ഒരു ആരോപണം വന്നു. അതിന് അയാൾ അപ്പം മറുപടി പറഞ്ഞില്ല. പിന്നീട് ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് മറുപടി പറഞ്ഞു, എല്ലാ തരം പ്രൊഫഷണൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഫോട്ടോഗ്രാഫേഴ്സിനും ഉൾപ്പെടെ അവർക്ക് ഒരു കോഡുണ്ട്. ആ കോഡ് പറയുന്നത് അലിഖിതമായൊരു കോഡാണ്. ആ കോഡ് പറയുന്നത് ഈ ഇരയെ ഒരു 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 ദാക്ഷിണ്യത്തോടെ നോക്കിക്കാണരുത്, ദൈന്യതയോടെ നോക്കിക്കാണാൻ പാടില്ല എന്നാണ്. അങ്ങനെ കണ്ടാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രമായിരിക്കില്ല ആ കണ്ണുകൾ നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇരയോട് യാതൊരു തരത്തിലുള്ള കനിവും കാണിക്കാൻ പാടില്ല എന്നായിരുന്നു ആ കോഡ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഒരു ഫോട്ടോഗ്രാഫറുടെ ലക്ഷ്യമെന്നത് ഒരു ജനതയുടെ ദാരുണമായിട്ടുള്ള അതിഗുരുതരമായ ഒരു അവസ്ഥയെ ചിത്രീകരിച്ച് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അതിന് കഴിയുക എന്നതാണ് അവരുടെ വെല്ലുവിളി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതിബിംബത്തെ, പ്രതിശബ്ദത്തെ, പ്രതീതി യാഥാർത്ഥ്യത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു 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 സമൂഹമായി നമ്മൾ മാറുമ്പോൾ അതിനനുസരിച്ച് അവരുടെ അനുഭവങ്ങളും മാറി വരും എന്നുള്ളതാണ്. നന്ദി സാർ. അനുഭവത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് വിശദമായി തന്നെ സാറ് പറയുകയുണ്ടായി. നമ്മുടെ സെഷനിൽ സന്തോഷ് കുമാറിന് മറ്റൊരു പ്രോഗ്രാമിൽ അടിയന്തരമായിട്ട് പങ്കെടുക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്തൊരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ അതിൻ്റെ റെസ്പോൺസ് കൂടെ കിട്ടിയിട്ട് അദ്ദേഹം പോകും. അതായത് വേറൊന്നും പറയാം, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഒരു വർത്തമാനകാല നോവൽ, കാലഘട്ടത്തിലെ എഴുത്ത് നോവൽ, ആ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് പുതിയ എഴുത്തിനെ കുറിച്ച് പങ്കുവെക്കാനുള്ളത്? മലയാളത്തിൽ ധാരാളം നോവലുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 500 നോവലൊക്കെ ഇറങ്ങി കൊല്ലണ്ടെന്നാണ് തോന്നുന്നത്. അത്
പലതരത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഇതായിട്ട് ബന്ധപ്പെടുത്ത ആളുകൾ, അതൊരു തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേര് എഴുതുന്നു, നല്ല കാര്യമാണ്. പലരും വിചാരിക്കുന്നത് സ്വന്തം അനുഭവങ്ങൾ, ഒരു കുറേ പ്രായം കഴിയുമ്പോൾ അനുഭവങ്ങൾ കുറേ വരും. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പെൻഷനായി, അങ്ങനെയുള്ള മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഈ പഴയ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 40-50 കൊല്ലത്തെ ജീവിതം ഒരു അനുഭവമായിട്ട് വരികയും അതൊരു നോവലായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തി പറയല്ല. അതിൽ ചിലപ്പോൾ ഒരു കുറേ നോവലുകൾ എഴുതുമ്പോൾ ഏതെങ്കിലും ഒന്ന് സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ നോവൽ ഏതെങ്കിലും ഒരു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചുമതലയെന്നൊക്കെ മാറി വിശ്രമിക്കാനുള്ളൊരു സങ്കേതമായിട്ട് മാറേണ്ടതല്ല എന്ന് തന്നെ എൻ്റെ ഒരു ഇത്. അത് വളരെ ഗൗരവമുള്ളൊരു പണിയാണ്. നോവലായാലും കഥയിലും വലിയ ജീവിതം ഭയങ്കരമായിട്ട് ഉരുക്കൊഴിച്ച് കഷ്ടപ്പെട്ട് എഴുതുന്ന, അല്ലാതെയും ചിലപ്പോൾ ഒരു നോവലൊക്കെ ചെയ്യാൻ പറ്റിയെന്നുണ്ടാവും. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെ നോവലുകളുടെ ഒരു ലാഘവം, മനുഷ്യനെ അതിനെ എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു അങ്ങനെയുള്ള പലപ്പോഴും അനുഭവങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഒരു പ്രത്യേക ഒരു സമൂഹം, ഇപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അവരെ പറ്റി ഒരു നോവൽ വന്നിട്ടില്ല എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒരു നോവൽ ആലോചിക്കുന്നു, പഠിക്കുന്നു. ഇതൊക്കെയാണോ ഇങ്ങനെയുള്ള നോവലുകൾ? ഇപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ഒരു വില ഇങ്ങനെ ഒരു വിഷയത്തെ ബന്ധപ്പെടുത്തി. പക്ഷെ നോവലായാലും ആർട്ട് എല്ലാത്തിലും ഒരു വേറെ തരത്തിലുള്ള മറ്റാരും കാണാത്ത ജീവിതത്തിൻ്റെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ചില വശങ്ങളെ ഉന്നയിക്കാനുള്ള, അതിനെ കാണിക്കാനുള്ള ഒരു തെളിവുണ്ടായിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളിലുള്ള പ്രതിഭ, നിങ്ങൾ വലിയൊരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ അതിനുള്ള ആവശ്യമുള്ള പ്രതിഭ ഉള്ള പോലെ എഴുത്തുകാരിൽ അത് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളുണ്ടായിരിക്കാം. നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങളുടെ ഒരു വലിയ സഞ്ചയം ഉണ്ടാവാം, വിജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഫോടനം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഡാറ്റ ഉണ്ടാവും, യാത്രകൾ ആയിരക്കണക്കിന്. എനിക്ക് തോന്നുന്നു ചില സുഹൃത്തുക്കൾ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുന്നു, അവിടെ എത്തി നോക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള പ്രദേശങ്ങൾ കാണുന്നു, അവിടെയുള്ള ചില മിത്തുകളൊക്കെ മനസ്സിലാക്കുന്നു, അത് വെച്ചൊരു നോവൽ എഴുതുന്നു. നോവലാണ് അങ്ങനെ. അപ്പം ഇങ്ങനെ പല സംഗതികളൊക്കെ ഉണ്ടെങ്കിലും നോവലിൽ നാം കൊടുക്കുന്ന എല്ലാം കുഴച്ചു വെച്ചിട്ട് ജീവന് വേണ്ടി ഒന്ന് ഊതില്ലേ, നമ്മളെ ഒരു ശില്പി അതിലൊരു ജീവൻ ഊതിയെന്ന് ആ ഊത്ത് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും സ്വയം പരിശോധിക്കേണ്ടതാണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അതാരെയും കുറ്റപ്പെടുത്താനോ നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്ത് കുറച്ച് കാലമായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു അഹന്ത പറയാനോ ഉള്ളതല്ല. ഏതൊരു പ്രക്രിയയിലും അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലും മേഖലയിലും ആവശ്യമുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം സാഹിത്യത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാവണം. ഞാൻ കുറച്ച് മുമ്പ് രാജശ്രീയോട് സംസാരിക്കുകയായിരുന്നു. ഇതെന്തുകൊണ്ട് ഇപ്പോൾ KP അപ്പൻ ഒരു നോവൽ പേനയുടെ സമരമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്. റിൽക്കയുടെ കത്തുകളെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതിങ്ങനെ വളരെ വിധ്വംസമായിട്ടാണ് അപ്പൻ സാറ് സംസാരിക്കുക. ആൾ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ലാത്തവൻ അടുത്ത സമയം പേനയെടുക്കുന്നു എന്ന് വേറെ ഏതോ ഒരാളെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ഒന്നും ചെയ്യാനില്ലാത്ത ആൾ അടുത്ത വിഷയം. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ കൊടുക്കുന്ന ഒരാൾ നൃത്തം ചെയ്യുന്നു, ഒരാൾ പാട്ട് പാടുന്നു, മിമിക്രി കളിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പെർഫോമൻസുള്ള ഒരു ആർട്ട് ചെയ്യുമ്പോൾ അടുത്ത നിമിഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതിൽ എത്രമാത്രം ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. അടുത്ത നിമിഷം അത് ആളുകളെ തന്നെ വിലയിരുത്തി കഴിയും. സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഈ പ്രശ്നം അത്ര എളുപ്പമല്ല. ആദ്യം തന്നെ ഇത് മുഴുവൻ വായിക്കണം. വായനയുടെ ഒരു ഏത് രീതിയിലാണിത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഇത് യഥാർത്ഥത്തിൽ തന്നെ സാഹിത്യം അല്ലെങ്കിൽ പ്രതിഭ ഉള്ള എന്തെങ്കിലും സംഗതിയാണോ എന്നുള്ളതൊക്കെ, അതൊക്കെ അതിനുള്ള ചില മാനദണ്ഡങ്ങൾ അത്ര എളുപ്പത്തിൽ പിടികൊടുക്കാണ്ട് നിൽക്കും. ചിലർക്ക് ഇഷ്ടപ്പെടുന്ന വർക്ക് ചിലപ്പോൾ അത്ര കാര്യമായിട്ട് വന്നോളണമെന്നില്ല. ഈ ഒരു സങ്കീർണത തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ഒരു ആധിക്യത്തിലേക്ക് മനുഷ്യരെ നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരുപാട് എഴുത്ത് വരുന്നുണ്ട്. നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. സാഹിത്യത്തിലൊരു ജനാധിപത്യം പോലെയാണ്. പക്ഷെ ജനാധിപത്യമല്ല സാഹിത്യത്തിൽ സംഭവിക്കേണ്ടത്. പലപ്പോഴും ഏറ്റവും കൂടുതൽ വോട്ടിട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഭരണാധികാരിനെ തീരുമാനിക്കാം, എഴുത്തിനെ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കുറച്ച് വളരെ ന്യൂനപക്ഷമായിരിക്കും ചിലപ്പോൾ നല്ല സാഹിത്യത്തിന് പിന്നാലെ പോകുന്നത്. നമ്മളെന്തായാലും ഭാഗ്യം ചെയ്തൊരു ഭാഷയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും എഴുതപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതൊക്കെ മലയാള ഭാഷയിലെ എഴുത്തുകളും സാഹിത്യകാരന്മാരെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മലയാളത്തിൽ ഇപ്പോൾ വിഷ്ണു ചോദിച്ച ചില പ്രശ്നങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒരു ഉപഘടകങ്ങളായിട്ട് വരാൻ സാധ്യത ഉണ്ട്. അതെങ്ങനെ നെല്ലും പതിരും വേർതിരിച്ച് അറിയും എന്നുള്ളത്
അത് നമുക്ക് ഒരുപക്ഷെ കാലത്തിന് വിട്ടുകൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പരിപാടി ഏറ്റിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോവാണ്. ഇതിലൊക്കെ ദീർഘമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള 2-3 പേരാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരം സംസാരിച്ച സന്തോഷം, നന്ദി. താങ്ക് യു. മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ച കൂട്ടത്തിൽ അവരേറ്റവും കൂടുതലായിട്ട് പറഞ്ഞൊരു വാക്ക് പൊരുത്തപ്പെടൽ എന്ന് പറയുന്ന വാക്കാണ്. ഒരു ഐഡിയ ഡിസൈൻ ചെയ്ത് വരുന്ന സമയങ്ങളിൽ അതിനെ വരച്ച് അത് മാറ്റി വരച്ച് ഇങ്ങനെ പോകുന്ന ഒരനുഭവം അവർക്ക് നഷ്ടപ്പെടുന്നുവെന്നും പ്രോമിറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ 20-ലധികം ഡിസൈനുകൾ തരാൻ കഴിവുള്ള ഒരു AI ഘട്ടത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അനുഭവങ്ങളുടെ വേറൊരു തലം അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2-3 എഴുത്തുകാർ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇവരെഴുതിയ കുറേയധികം കൃതികൾ, കഥാപാത്രങ്ങൾ, ആ കഥാസന്ദർഭങ്ങൾ നൽകിയ അനുഭവങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അനുഭവങ്ങളുടെ പലമ എങ്ങനെയാണ് ജീവിത സന്ദർഭങ്ങളെ അനുഭവങ്ങളാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഒരു വഴി കൂടിയാണ് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു റീൽസ് പോലെ അല്ലെങ്കിൽ 24 മണിക്കൂർ നിൽക്കുന്ന സ്റ്റാറ്റസ് പോലെ ഒക്കെയുള്ള ഒരു ഘട്ടത്തിൽ നോവലുകൾ എഴുതപ്പെടുകയും ആ ജീവിതഘട്ടത്തിൽ കൃതികൾ കൂടുതൽ വിൽക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് നോവലിനെ, നേരത്തെ ഇവിടെ സന്തോഷ് കുമാർ അവസാനിപ്പിച്ച ഒരു പോയിന്റ്, നോവലിലെ നെല്ലും പതിരും എങ്ങനെയാണ്, ഏതാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായനയുടെ സംസ്കൃതി, നോവലിൻ്റെ ജീവിതം, ഇതാണോ നോവൽ എന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ചരിത്രവും മനുഷ്യൻ്റെ ഹിംസയും സംസ്കാരവും മനുഷ്യ അതിജീവനങ്ങളും ഒക്കെ അന്വേഷിച്ചും കണ്ടെത്തിയും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പണിയെടുത്തും നോവൽ രചനയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ നോവലിനെ സമീപിക്കുന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ നവ നോവൽ കാലത്തെ, പുതിയ കാലഘട്ടത്തിലെ എഴുത്തിനെ നോക്കിക്കാണുന്നത്? TD രാമകൃഷ്ണൻ. നോവൽ എന്ന വാക്ക് തന്നെ എപ്പോഴും പുതുക്കപ്പെടുന്നത് എന്നർത്ഥത്തിൽ തന്നെയാണ്. നോവൽ മാത്രമല്ല, എല്ലാ സാഹിത്യ രൂപങ്ങളും അത് ഒരു നിശ്ചിതമായ ഒരു ചതുരത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല, നിരന്തരമായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. മനുഷ്യനുമായി ബന്ധപ്പെടുന്ന സമസ്ത വ്യവഹാരങ്ങളും ഇതുപോലെ പുതുക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സാഹിത്യത്തിന് അതിന് മാറി നിൽക്കാനും കഴിയില്ല. ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കുന്ന ഒരു കലാപ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ മാറ്റത്തിനെ നമ്മളതിൻ്റെ ഒരു ചരിത്രം, സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ ഘട്ടത്തിലും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ആ മാറ്റങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നതും കാണാൻ പറ്റും. ഈ ഒരു മഹാകാവ്യങ്ങളുടെയൊക്കെ ഒരു കാലമെടുത്തു, മഹാകാവ്യങ്ങളിൽ നിന്ന് ഖണ്ഡകാവ്യങ്ങൾ വരുമ്പോൾ വലിയ പ്രതിരോധമാണ് സാഹിത്യരംഗത്ത് നടക്കുന്നത്. എന്താ വെച്ചാൽ മഹാകാവ്യത്തിന് അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെയെല്ലാം എഴുതണം, അതിന്ന രീതിയിലായിരിക്കണം, അതില്ലെങ്കിൽ സാഹിത്യമാവില്ല. അപ്പോൾ സാഹിത്യത്തിനെ കുറിച്ച് അതത് കാലങ്ങളിൽ നിലനിൽക്കുന്ന ബോധ്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ പൂന്താനം മേൽപ്പത്തൂരിൻ്റെ അടുത്ത് ചെന്നിട്ട് ജ്ഞാനപ്പാനെ കാണിച്ച് ഇത് നോക്കി തിരുത്തി തരണം എന്ന് പറഞ്ഞതിനെ പറ്റി വള്ളത്തോളിൻ്റെ വളരെ പ്രശസ്തമായ കവിതയുണ്ട്. അതിൽ പറയുന്നത്, പച്ചയാണ് ഇതെന്നാലും പട്ടേരി നോക്കിത്തന്നേ പന്തിയാവുള്ളൂ, ഭട്ടതിരിയോ മുന്നിൽ അതെ, 1000 സുസംസ്കൃത ശ്ലോക പുഷ്പത്താൽ ഗുരുവായു മന്ദിരേശനെ പൂജിച്ചു വഴി പോലെ ആയുരാരോഗ്യ സൗഖ്യം നേടിയ കവീന്ദ്രനാം ശ്രീയുത നാരായണ ഭട്ടപാദരോടത്രേ. പൂന്താനത്തിനെ പറഞ്ഞിട്ട് ഈ മേൽപ്പത്തൂർ ഭട്ടതിരിയെ പറ്റി പറയുമ്പോൾ കൊടുക്കുന്ന വിശേഷണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു കാലത്ത് ഉള്ളതുപോലെ തന്നെ എല്ലാ കാലത്തും ഈ ഒരു പ്രശ്നം നിലനിൽക്കും. സാഹിത്യത്തിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ സാഹിത്യത്തിലെ പല വിഭാഗങ്ങളായിട്ടുള്ള, ഇപ്പോൾ കഥ, നോവൽ, കവിത അല്ലെങ്കിൽ മറ്റ്
ഈ രൂപങ്ങൾ പോലും എല്ലാ കാലത്തും ഒരേ തരത്തിൽ നിലനിൽക്കണമെന്നില്ല. ഇതിൽ ഓരോ കാലങ്ങളിലും ആ കാലത്തെ സാഹിത്യ നിരൂപകന്മാർ അല്ലെങ്കിൽ സാഹിത്യ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ, പ്രഗത്ഭരായ എഴുത്തുകാർ, പ്രഗത്ഭരായ വായനക്കാർ, പ്രബുദ്ധരായ വായനക്കാർ, ഇവരെല്ലാം ഇതിന് കൃത്യമായ ചില നിർവചനങ്ങൾ, ചിലത് ആ നിർവചനങ്ങൾ ചില ബോധ്യങ്ങളായിട്ട് നിലനിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. മറ്റു ചില സമയത്ത് അത് അത്തരത്തിലുള്ള ഒരു നിർവചനത്തിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ. അതുകൊണ്ടാണ് ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷണങ്ങൾ വരും. പക്ഷെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ചെയ്യുന്നത് ഈ നിർവചനങ്ങളുടെ ഉള്ളിൽ നിന്ന് തൻ്റെ പ്രവർത്തനം തുടരുക എന്നതായിരിക്കില്ല പലപ്പോഴും. നിർവചനങ്ങളോടുള്ള നിരന്തരമായ കലഹം സാഹിത്യം എന്നുള്ള കലാരൂപത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് ക്ലാസിക്കൽ ആർട്ട് അങ്ങനെയല്ല. ഇപ്പം കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ്, ഇതിന് നിയതമായ കൃത്യമായ അതിൻ്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ, ഇപ്പം അലമേൽ പള്ളി ഭരതനാട്യം ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ ആ ചിട്ടയുടെ ഏറ്റവും പെർഫെക്ഷൻ്റെ ഏറ്റവും ഉദാത്തമായ തലത്തിലായിരിക്കുന്നു. ഇത് സാഹിത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സാഹിത്യത്തിൽ ഓരോ കാലഘട്ടത്തിലും ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഷയിൽ, അതിൻ്റെ ഫോമിൽ, അതിൻ്റെ നറേഷനിൽ, അതിലെ ഓരോ അടരുകളിലും ചെയ്യും. അപ്പം ഈ മാറ്റങ്ങളെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അധികാര സംവിധാനം, ഒരു പവർ സ്ട്രക്ചർ എല്ലാ കാലത്തും ലിറ്ററേച്ചറിലും. അത് ചില കാലങ്ങളിലാണെങ്കിൽ അതിൻ്റെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട അധികാര സംവിധാനമായിരിക്കാം, മറ്റ് ചില കാലങ്ങളിൽ മറ്റു രീതിയിലായിരിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ അതിന് അതിശക്തിയായിട്ട് നിയന്ത്രിക്കാനായിട്ടും അല്ലെങ്കിൽ അത് സാഹിത്യമല്ല എന്ന് പറയാൻ. ഇപ്പം നോവൽ തന്നെ വരുമ്പോൾ അതിന് മുമ്പേ ഉണ്ടായിരുന്ന ലിറ്ററേച്ചറും ആയിട്ടുള്ള വ്യത്യാസമാണ്. അപ്പം ഇത് നിരന്തരമായി ലോകത്തിലെ എല്ലാ ഭാഷകളിലും എല്ലായിടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പുതിയ രീതി വരുമ്പോൾ അല്ലെങ്കിൽ അത് വരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക് വരുന്ന സമയത്ത് ശക്തിയായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവും അതിന്. അത്തരത്തിൽ വേണം മാറ്റങ്ങളെ മനസ്സിലാക്കാൻ. അപ്പം മനുഷ്യനുമായി ബന്ധപ്പെടുന്ന മറ്റ് എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ ഇത് നിരന്തരമായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് റീജുവനേഷൻ ഇൻ തിങ്കിങ് ആൻഡ് പ്രാക്ടീസ് രണ്ടിലും സംഭവിക്കണം. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, എഴുത്തുകാരനോ വായനക്കാരനോ ആരായാലും ഒരു 10, 20, 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ എന്താണ് നല്ല എന്നുള്ള ഇൻവെർട്ടഡ് കോമയിലാണ് നല്ല സാഹിത്യം, നല്ല നോവൽ, നല്ല കവിത അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തും. ഈ ധാരണ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു മാനദണ്ഡമായിട്ട് പ്രവർത്തിക്കും. ഇതിനുശേഷം പിന്നീട് തൻ്റെ മുന്നിലേക്ക് വരുന്ന രചനകളെ ഈ മാനദണ്ഡം വെച്ചിട്ടായിരിക്കും, അബോധത്തിൽ കൂടെ ആവാം. ഒരു പുതിയ കവിത വരുന്നു. ഇപ്പോൾ കവിതയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സംസ്കൃത വൃത്തത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ട് എഴുതിയിരുന്ന പക്ഷശ്ലോക സദസ്സുകളും അതൊക്കെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. ഈ കളിക്കോട്ട് പാലസിലിരുന്ന് പറയുമ്പോൾ കൂടുതൽ പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിൽ വൃത്തം ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഇന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ ഒരു അക്ഷരശ്ലോക സദസ്സ് നൽകുമ്പോൾ നമുക്ക് കുസുമമഞ്ജരി മാത്രം മതി, അല്ലെങ്കിൽ മന്ദാക്രാന്ത മാത്രം മതി, അല്ലെങ്കിൽ മന്ദാക്രാന്തയും കുസുമമഞ്ജരിയും ആവാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഈ ചിട്ടയിൽ നിന്ന് മാറിയിട്ട് ഏറ്റവും പുതിയ കാലത്തേക്ക് കവിത എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളിൽ കൂടിയാണ് വരുന്നത്. ഇതൊന്നെല്ലാം മാറുന്നു. കുമാരനാശാൻ്റെ കവിതകൾ വരുന്നു, ശങ്കരക്കുറുപ്പിൻ്റെ വരുന്നു, അത് കഴിഞ്ഞ് സത്യാനന്ദ മാഷയും കടമ്മനിട്ടയുടെയും ഒക്കെ വന്ന് ബാലേന്ദ്ര ചുള്ളി കഴിഞ്ഞ് ഏറ്റവും പുതിയ എസ് ജോസഫ് എഴുതുന്ന, അല്ലെങ്കിൽ അതുപോലെ വീരാൻകുട്ടി എഴുതുന്ന, അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും പുതിയ BM ഗിരിജ എഴുതുന്ന കവിതകളിലേക്ക് വരുമ്പോൾ കവിത വലിയ തോതിൽ മാറും. ഇതേപോലെ ഫിക്ഷനിലാണെങ്കിലും നോവലോ കഥയോ എല്ലാ കാര്യത്തിലും മാറ്റം വരും.
അപ്പം ആ മാറ്റങ്ങളെ അത്തരത്തിൽ മനസ്സിലാക്കുന്നതായിരിക്കും. ഇപ്പം ഇത് ഒരു കാലത്ത് പുതിയ മനുഷ്യൻ, ഇപ്പം നേരത്തെ ഈ മൈക്രോസോഫ്റ്റിലെ കാര്യം പറഞ്ഞ പോലെ പുതിയ ഒരു തലമുറ, ഞാൻ ഈ അനുഭവമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ കുറച്ച് കാലം മുമ്പ് എൻ്റെ പുതിയ നോവൽ ചെയ്യുന്നതിന് അതിൻ്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലോ 2-3 വർഷം മുമ്പേ നല്ല മിടുക്കിയായിട്ട് പാട്ട് പാടുന്ന ഒരു കൊച്ചുകുട്ടി, എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ മകളാണ്. അവൾക്ക് ഒരു 11-12 വയസ്സ്, നന്നായിട്ട് പാടുന്നു. എനിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ നന്നായിട്ട് പാടുന്നു കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഇവളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ, പാട്ട് പാടി ആരെപ്പോലെ പാട്ട് പാടി എത്തണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവാണ് ഈ കുട്ടി പറഞ്ഞത്, എനിക്ക് റോസെ പോലെ പാടണം. അപ്പം ഞാൻ റോസെ പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത് ചിത്ര പാടണമെന്നോ അല്ലെങ്കിൽ സിത്താര കൃഷ്ണകുമാരനെ പോലെ പാടണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു കൊറിയൻ സിംഗറായിട്ടുള്ള റോസെ എന്ന് പറയുന്ന പാട്ടുകാരിയെ പോലെ പാടുന്ന 11 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ച റോസയുടെ പാട്ടൊക്കെ ആണോ കേള്? എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് പിങ്ക്. അങ്കിൾ ബ്ലാക്ക് പിങ്ക് കേൾക്കാറുണ്ടോ? അപ്പം ഞാൻ ബ്ലാക്ക് പിങ്ക് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പുതിയ തലമുറ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേറെ വഴിക്ക് പോയി. അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകാർ അവർ കേൾക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പാട്ട് കേൾപ്പിച്ചു ഒരു 3-4 പാട്ടൊക്കെ. എന്നിട്ട് അതിൻ്റെ പാട്ട് കേൾപ്പിക്കുക മാത്രമല്ല, അതിനെപ്പറ്റി വളരെ ഡീറ്റെയിലായിട്ട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരു സ്ഥാനത്ത് കാണാൻ പറ്റുന്ന ആളായ 11 വയസ്സായ ആളാണെങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഗുരുവായിട്ടല്ലേ കണക്കാക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ കാലത്ത് വലിയ തോതിൽ കാര്യങ്ങൾ മാറുന്നു. ലോകത്തിൽ പലയിടങ്ങളിൽ നടക്കുന്ന, മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഒരു ചെറിയ തലത്തിലാണ് കണ്ടിരുന്നെങ്കിൽ വളരെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ വരുന്നൊരു തലമുറയ്ക്ക് അറിയും, മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇത്തരം പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടും? അപ്പം ഞാൻ ചോദിച്ചു നോക്കി, എന്താണ് നിന്നെ ഇതിലേക്ക് ആകർഷിക്കുന്നൊരു ഘടകം? ഇപ്പം ഇവിടെ മലയാളത്തിലുള്ള പാട്ടോ അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള പാട്ട്, തമിഴിലുള്ള പാട്ട്, പല ഇതും ഇന്ത്യൻ മ്യൂസിക്കൊന്നും എന്നെ തീരെ ഇമ്പ്രസ് ചെയ്യുന്നില്ല, അത് ഇഷ്ടം. അപ്പോൾ ഞാൻ പിന്നീട് സ്വയം ആലോചിച്ച് നോക്കിയപ്പോൾ കുറേ കാലം മുമ്പ്, ഒരു 10-50 വർഷം മുമ്പ്, എൻ്റെയൊക്കെ ഒരു 10-13-15 വയസ്സുള്ള കാലത്ത് ബോണിയമ്മൻ്റെയും അബ്ബയുടെയൊക്കെ പാട്ട് കേട്ട് നടന്ന സമയത്ത് നമ്മുടെ മുൻ തലമുറയിലുള്ള ആളുകൾ എന്ത് ഭ്രാന്ത് പാട്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അത് മറ്റൊരു രൂപത്തിൽ വരുന്നു എന്നുള്ള പുതിയ കാലത്ത്. അപ്പോൾ എഴുത്തിൽ ഈ തരത്തിൽ തന്നെ ഇതിൻ്റെ മറ്റൊരു വശമാണ്, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് സാഹിത്യത്തിലും പ്രതിഫലിക്കും. അതുപോലെ എഴുതുമ്പോൾ, ഇപ്പോൾ ശ്രീകുമാറാണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷ് കുമാറോ ഏതൊരു എഴുത്തുകാരനാണെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ ആരാണ് ഇത് വായിക്കാൻ പോകുന്നത് ചിന്തിക്കും. നമ്മുടെ ഒരു ടാർഗറ്റ് റീഡർ എന്നാണ്. അപ്പോൾ മലയാളത്തിൽ ഉള്ള വായനക്കാരുടെ ഒരു സെൻസിബിലിറ്റിയെക്കുറിച്ച്, അവരുടെ ഗൗരവമായിട്ടുള്ള വായനയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും അത് മനസ്സിലാക്കുന്നത് കൊണ്ടും ഇപ്പം അദ്ദേഹത്തിൻ്റെ മാംസപ്പോര് എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിട്ടുള്ളൊരു വർക്കുണ്ടാവുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനെ പറ്റിയിട്ട് നോവലിൽ എഴുതാമെന്ന് എനിക്ക് ധൈര്യം തോന്നുന്നത് അത്തരത്തിലുള്ള വായനാ സമൂഹം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. അപ്പോൾ നിലനിൽക്കുന്ന ബോധ്യങ്ങളോട് നിരന്തരമായിട്ട് കലഹിച്ചുകൊണ്ട് അതിനെ പുനർനിർവചിക്കാൻ ശ്രമിക്കും. അത് പുനർനിർവചിക്കാൻ ശ്രമിച്ചാൽ അടുത്തൊരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ നിർവചനം വീണ്ടും മാറും. നിരന്തരമായ എഴുത്ത് കലഹമാണ്, സർഗാത്മകമായ കലഹം. കലഹത്തിലൂടെയാണ് പുതുമകളിലേക്ക് എത്തുന്നത് എന്നൊരാശയത്തെയാണ് വിശദമായിട്ട് ഇവിടെ ടി.ഡി. രാമകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ആശയത്തിന് തുടങ്ങുകയാണെങ്കിൽ വേഷത്തിലും ഭാഷയിലും ജീവിത രീതിയിലും ഒക്കെ ജെൻസി വ്യത്യാസപ്പെട്ടുകൊണ്ടാണ്
നിൽക്കുന്നത്. നമ്മളിവിടെ ഇന്ന് നോവലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയുടെ കാലത്ത് എന്താണ് വർത്തമാനകാല നോവൽ കഥ എന്നതും, അതേപോലെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കാം, എന്താകും ഭാവി നോവലിൻ്റെയും കഥയുടെയും ജീവിതം എന്ന ആശയത്തെക്കുറിച്ച്. ഈ വിഷയത്തിൽ 2 ഭാഗങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആദ്യത്തെ ഭാഗം പുതിയ കഥയെഴുത്തിൽ പുതിയ കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് വരുന്നത്. അതിൽ പ്രധാനമായ ഒന്ന്, മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന ഒന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ്. നമ്മുടെ പരിസ്ഥിതിയിലും ആവാസ വ്യവസ്ഥയിലും നമുക്ക് ഋതുഭേദങ്ങൾ മാറി ആ സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ചുമെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും മനുഷ്യനിലുണ്ടാക്കുന്ന ഭീകരമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം ഇന്ന് എഴുത്തുകാരൻ എഴുത്തിനുള്ള കരുക്കളായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ലാൻഡും വാട്ടറും തമ്മിലുള്ള അനുപാതം, കലാകാലങ്ങളായി നിന്ന് വരുന്ന അനുപാതം, ഭൂമിയും വെള്ളവും തമ്മിലുള്ള അനുപാതം വളരെയേറെ മാറി മാറി വരുവാണ്. നമ്മുടെ മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഇത്തരം സംഗതികൾ അസമയങ്ങളിൽ പ്രതീക്ഷിക്കാതെ വന്ന് ഒരു രാത്രി കൊണ്ട് തന്നെ ഒട്ടാകെ ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയാണ്. അതാണ് പ്രളയമായാലും വരൾച്ചയായാലും കടൽക്ഷോഭമായാലും കാട്ടുതീയായാലും പുഴകൾ വറ്റിപ്പോകുന്ന രീതിയായാലും എല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭീകരമായ അവസ്ഥകൾ ഇന്ന് എഴുത്തുകാരൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ വിഭാഗം ഇരകൾ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥ അഭയാർത്ഥികൾ. മനുഷ്യൻ അവൻ്റെ കംഫർട്ട് സോണിന് വേണ്ടി സ്വന്തമായ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുകയാണ്. ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലൊക്കെ മനുഷ്യൻ അവന് വേണ്ടി, അവൻ്റെ സൗകര്യത്തിന് വേണ്ടി സ്വന്തമായ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായി അവന് ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ഈ വേസ്റ്റ് കൂടി കടലുകളിൽ തള്ളിയിടുകയാണ്. വായു മലിനീകരണം സംഭവിക്കുകയാണ്. അപ്പം ഇങ്ങനെ മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന ഇക്കോസിസ്റ്റവും നാച്ചുറൽ സിസ്റ്റവും തമ്മിലുള്ളൊരു സംഘർഷം പലപ്പോഴും ലോകത്തുണ്ടാവുകയാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. അതാണ് പ്രധാനമായിട്ടും എഴുത്തിൽ വരുന്ന ഒരു പ്രധാന ഭാഗം. ഇപ്പോൾ നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ അമിതാഭ് ഘോഷിൻ്റെ ഒരു ഈ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഒരു നോവലുണ്ട്, ഗൺ ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് പ്രകൃതിയുടെ പ്രതികാരമാണ് അദ്ദേഹം അതിലെഴുതുന്നത്. പ്രകൃതിയുടെ പ്രതികാരം, കുടിയേറ്റം, മനുഷ്യൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള തകർച്ച, അത്തരത്തിൽ അവിടെ ഒരു ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന പേരിൽ പുതിയ ഒരു നോവൽ വിഭാഗം, സാഹിത്യ വിഭാഗം ഉടലെടുക്കുകയാണ്. ക്ലൈഫൈ എന്ന സാഹിത്യശാഖ ഉടലെടുക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ മനുഷ്യരുണ്ടാക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും അതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ഇപ്പോൾ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. ജീവികളുടെ സ്വഭാവത്തിൽ വളരെയേറെ വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. പെറ്റായിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ച അക്രമ സ്വഭാവം കാണിക്കുകയാണ്. അത് അതിൻ്റെ യജമാനനെ ആക്രമിക്കുകയാണ്, ഒരു പുലിയെ പോലെ ആക്രമിക്കുകയാണ്. അതുപോലെ കീരിയും പാമ്പും ബദ്ധശത്രുക്കളാണ്. എന്നാൽ ഒരു കീരിയുടെ മുമ്പിലൂടെ ഒരു പാമ്പ് നിർഭയം ഇഴഞ്ഞു പോവുകയാണ്. കീരി ശ്രദ്ധിക്കുന്നില്ല.
കീരി ശ്രദ്ധിക്കുന്നത് ഒരു പൊത്തിലൊളിച്ചിട്ടുള്ള ഒരു എലിയെ പിടിക്കാനാണ്. അത്തരത്തിൽ ഒരുപാട് സ്വഭാവ മാറ്റങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൃക്ഷത്തെ കേന്ദ്രീകരിച്ചൊരു നോവൽ ഉണ്ടായിട്ടുണ്ട്, വൃക്ഷം നായകനായിട്ട്. ആ വൃക്ഷത്തെ കൊല്ലാൻ പറ്റുന്നില്ല. ഈ കോടാലി കൊണ്ടൊക്കെ ഒരുപാട് വെട്ടി നോക്കി, വൃക്ഷം മരിക്കുന്നില്ല. അപ്പോൾ ആ വൃക്ഷം സ്വയം തീരുമാനിച്ചാലേ മരിക്കാൻ കഴിയൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഇരകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം. ആ ഇരകൾ എന്നത് ആ ഇരകളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. മത്സ്യത്തൊഴിലാളികൾ, ഒപ്പം ആദിവാസികൾ, കുടിയൊഴിപ്പിക്കപ്പെട്ടവർ, കർഷകർ, ഇവരെല്ലാമാണ് ഇതിൻ്റെ ഇരകൾ. ഈ ഇരകൾ കഥാപാത്രമായിട്ടുള്ള നോവലുകൾ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ജെൻസികൾ ഉൾപ്പെടെയുള്ള വിഭാഗം. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമ്മുടെ എഴുത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഈ AI-യുടെ സ്വാധീനവും സാധ്യതയും ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രമേയത്തിലും പശ്ചാത്തലത്തിലും വിവർത്തനത്തിലും എഡിറ്റിങ്ങിലും ഗവേഷണത്തിലുമെല്ലാം ഈ AI വളരെയേറെ സ്വാധീനിച്ചിരിക്കുകയാണ് എഴുത്തിനെ. അത്തരത്തിൽ AI-യുടെ സ്വാധീനം വളർന്നു വന്നതോടുകൂടി ഈ എഴുത്തുകാരൻ്റെ പ്രാധാന്യം അവിടെ കുറയുകയാണ്. അത് എഴുത്തുകാരൻ അവിടെ ഒരു സഹരചയിതാവായി മാത്രം മാറുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോൾ AI ഉണ്ടാക്കുന്ന പുതിയ ഒട്ടേറെ നറേഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഇൻറ്ററാക്റ്റീവ് കഥകൾ, ഈ ഇൻറ്ററാക്റ്റീവ് കഥകൾ, ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഇൻറ്ററാക്റ്റീവ് കഥകളിൽ വായനക്കാരനെ വായനക്കാരൻ പങ്കാളിയാവുകയാണ്. നമ്മൾ സാധാരണ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കഥ വായിച്ച് വായനക്കാരൻ അത് അവിടെ വച്ചിട്ട് പോകും. ഇതല്ല, ഈ വായനക്കാരന് അത് തിരുത്താം, അതിൻ്റെ ക്ലൈമാക്സ് മാറ്റാം. അങ്ങനെ പല വായനക്കാരും മാറ്റുന്ന ക്ലൈമാക്സോട് കൂടിയ ബഹുമുഖ എൻഡിങ്സോട് കൂടി, മൾട്ടിപ്പിൾ എൻഡിങ്സോട് കൂടിയുള്ള കഥകൾ ഉണ്ടാവുകയാണ്. ഹൈബ്രിഡ് കഥകൾ ഉണ്ടാവണം. അത് ഒറ്റ രൂപത്തിലല്ല, നമുക്കൊരു വ്യവസ്ഥാപിതമായൊരു രൂപമുണ്ട് കഥയ്ക്ക്. ആ രൂപത്തിലല്ലാതെ പല രൂപങ്ങളിൽ, ലേഖനത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, ആത്മകഥയുടെ, കവിതയുടെ എല്ലാം രൂപങ്ങളിൽ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള രൂപത്തിൽ, എല്ലാം ചേർന്നുള്ള രൂപത്തിൽ കഥകളുണ്ടാവുകയാണ്. ഇതുപോലെ തന്നെ ഇതെല്ലാം ഈ പറഞ്ഞ ഹൈബ്രിഡ് കഥകൾ W.G. സെബാൾഡ് ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമിതാഭ് ഘോഷിൻ്റെ കഥകളുണ്ട്. പിന്നെ മൾട്ടി മോഡൽ കഥകളുണ്ട്. പുതിയ കാലഘട്ടത്തിൻ്റെ കഥകളാണ് മൾട്ടി മോഡൽ കഥകൾ. അത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ, ഡിജിറ്റൽ സാഹിത്യത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു കഥകളാണ്. അത് ഒരു മാധ്യമമല്ല. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മാത്രമല്ല, ആ മാധ്യമം എന്ന് പറഞ്ഞാൽ ശബ്ദം, ദൃശ്യം എല്ലാം ചേർന്നിട്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു കടലിനെക്കുറിച്ച് ഒരു ടെക്സ്റ്റ് വരികയാണ്, ഒരു കഥ വരികയാണ്. അതിലൊരു സ്ഥലത്ത് കടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കടലിൻ്റെ വിവരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒപ്പം കടൽ ഇരമ്പുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു, കടൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു ലയമായി ഈ മൾട്ടി മോഡൽ കഥകൾ വരികയാണ്. തർക്കിപ്പിക്കുന്നില്ല. റോബോട്ടുകളുടെ ഒരു കാലഘട്ടമാണ്. റോബോട്ടുകൾ ഉണ്ടാകുന്ന ഇമോഷൻസിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ റോബോട്ടുകളിൽ ഇമോഷൻസ് ഉൽപ്പാദിപ്പിക്കുന്ന നോഡ്സ് ഇഞ്ചക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട റോബോട്ടുകളെ ചൂടിൽ കൈവയ്ക്കുമ്പോൾ കൈ വലിക്കും. ഈ കുട്ടികൾ തീയിൽ തൊടുമ്പോൾ വലിക്കുന്നത് പോലെ. പക്ഷേ ഈ റോബോട്ടുകളിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ വൈകാരികതയെ പ്രവചിക്കാൻ മനുഷ്യനാവുന്നില്ല, അത് തടയാൻ മനുഷ്യനാവുന്നില്ല. അത് മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ അത് തടയപ്പെടുന്നില്ല. അപ്പോൾ മനുഷ്യനും റോബോട്ടും തമ്മിലുള്ളൊരു സംഘർഷം ഉണ്ടാവുകയാണ്. ഇത് സംഭവിക്കുന്നതാണ്.
ഇത് പുതിയ കാലത്തിൻ്റെ മാത്രമായ അനുഭവമാണ്. ഞാനൊരു ചെറിയ കൊച്ചു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു റോബോട്ട് മരിച്ചു, അതിൻ്റെ സംസ്കാരം നടക്കുകയാണ്. ആ സംസ്കാരത്തിൻ്റെ നേരത്ത് മറ്റു റോബോട്ടുകളെല്ലാം ഒരേപോലുള്ള ശബ്ദമുണ്ടാക്കി അവയുടെ ദുഃഖം രേഖപ്പെടുത്തി. ഇത് പുതിയ കാല അനുഭവമാണ്. അപ്പോൾ ഈ പുതിയ കാല ഈ കഥകളിൽ, നോവലുകളിലെല്ലാം ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, നിരവധി പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്, ഏറെ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. നമസ്കാരം. താങ്ക് യു സാർ.